ഫാറ്റി ആസിഡ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻ കാർബൺ. അത് പഠിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ആർ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു കാർബോക്സിൽ ഗ്രൂപ്പ്. ആർ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു കാർബോക്സിൽ ഗ്രൂപ്പ്. ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഫാറ്റി ആസിഡ്. അപ്പോൾ ഒരു ഫാറ്റി ആസിഡ് വരയ്ക്കാൻ പറയുമ്പോൾ ആർ ഗ്രൂപ്പ് വരയ്ക്കുക, അതിനോട് ചേർത്ത് നമ്മൾ ആരെ കൊടുക്കുക, കാർബോക്സിൽ ഗ്രൂപ്പ് കൊടുക്കുക. ഇനി നമ്മൾ പഠിച്ചത് 6 വേരിയബിൾ ആണ് അല്ലേ. ആർ മേ ബി, ആർ നമുക്ക് 3 തരത്തിലാക്കാം. ആർ മേ ബി മീഥൈലാവാം. മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3 ആവാം. അപ്പൊ CH3 COH ആവാം. ദെൻ ഈഥൈൽ ആവാം. ഈഥൈൽ C2H5 C2H5. ദെൻ മൂന്നാമത് ഹയർ നമ്പർ ഓഫ് CH2 ആവാം. ഹയർ നമ്പർ ഓഫ് CH2 1 to 19. CH2 ഒന്നാവാം. 1 മുതൽ മാക്സിമം 19 വരെയും വരാം. അപ്പൊ നോക്കിയേ, ആർ ഗ്രൂപ്പ് ഈസ് കണക്റ്റഡ് ടു COH. ആർ മേ ബി മീഥൈൽ, ഈഥൈൽ ഓർ ഹയർ നമ്പർ ഓഫ് CH2. ആ ഹയർ നമ്പർ എത്ര വരെയും വരാം? ഏറ്റവും കുറവ് 1 CH2 മുതൽ മാക്സിമം 19 CH2 വരെ എവിടെ വരുള്ളൂ? ഒരു ഫാറ്റി ആസിഡ് വരുള്ളൂ. അപ്പൊ നമ്മൾ ഫാറ്റി ആസിഡിനെ കുറിച്ച് പഠിക്കണം അല്ലേ. അപ്പൊ ഫാറ്റി ആസിഡ് എക്സാമ്പിൾ ആണ് പാൽമിറ്റിക് ആസിഡ്. ഫാറ്റി ആസിഡിന് എക്സാമ്പിൾ ആണ് പാൽമിറ്റിക് ആസിഡ്. അപ്പൊ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ആർ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു കാർബോക്സിലിക് ആസിഡ്. ആർ ഗ്രൂപ്പ് ഈസ് അറ്റാച്ച്ഡ് ടു കാർബോക്സിലിക് ആസിഡ്. നിങ്ങൾ എന്താ വെയിറ്റ് ചെയ്യുക? ആർ ഗ്രൂപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് പാൽമിറ്റിക് ആസിഡ് കണ്ടെയ്ൻ 16 carbon. Palmitic acid contain 16 carbon including carboxylic carbon. അതായത് ഈ COOH അടക്കം ടോട്ടൽ കാർബൺ എത്രയാണ്? 16 കാർബൺ ആയിരിക്കുള്ളത് പാൽമിറ്റിക് ആസിഡ്. ഓക്കെ, അപ്പൊ നമ്മൾ അതുമ്മൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം CH3 വന്നാൽ നമുക്ക് 16 കാർബൺ എത്താൻ പറ്റില്ല. ഇതേ C2H വന്നാൽ നമുക്ക് 16 കാർബൺ. അപ്പൊ നമുക്ക് ഏതായിരിക്കും നമ്മുടെ ആർ ഗ്രൂപ്പ്? ആർ ഗ്രൂപ്പ് ഈസ് CH2. ആർ ഗ്രൂപ്പ് ഈസ് CH2. അപ്പൊ നമ്മൾ പാൽമിറ്റിക് ആസിഡ് വരയ്ക്കാൻ പോകും. പാൽമിറ്റിക് ആസിഡ് കണ്ടെയ്ൻ ഹൗ മെനി കാർബൺ? 16 കാർബൺ ഇൻക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ. ഈ കാർബോക്സിൽ കാർബൺ അടക്കമാണ് നമുക്ക് എന്തുള്ളത്? 16 കാർബൺ. അപ്പൊ നമുക്കറിയാം ആർ ഗ്രൂപ്പ് CH2 ആണ്. അപ്പൊ ഞാൻ വരയ്ക്കുകയാണ് CH2 COH. അപ്പൊ നമുക്കറിയാം ഇതടക്കം 16. അപ്പൊ CH2 15ഉം COH ഒന്ന് ചേർക്കുമ്പോൾ 16 ആണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ നമ്മൾ ഈ കാർബണിന്റെ വാലൻസി നോക്കാം. ഇവിടെ ഒരു വാലൻസി ഉണ്ട്, ഇവിടെ ഒരു വാലൻസി ഉണ്ട്, ഇവിടെ ഒരു വാലൻസി ഉണ്ട്. ഈ വാലൻസി ഇവിടെ നമ്മൾ ബോണ്ടായിട്ട് പോയി. ഈ 2 വാലൻസി എന്താണ്? ഹൈഡ്രജൻ ആയിട്ട് പോയി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു വാലൻസി എന്താണ്? ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ആ വാലൻസി ഫില്ല് ചെയ്യാൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഒരു കാർബണെ കൊടുക്കും. അതിന് 3 വാലൻസിയാണ്. അപ്പൊ CH3 കൊടുക്കേണ്ടത്. അപ്പൊ CH3 CH2 COH. അപ്പൊ നമുക്ക് CH2 എത്ര മതി? 14 മതി. 14, 15, 17. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് പാൽമിറ്റിക് ആസിഡ് സ്ട്രക്ചർ? CH3 CH2 14 COH. നമുക്ക് ഇവിടെ നിന്ന് ഒരു മോളിക്കുലർ ഫോർമുല ജനറേറ്റ് ചെയ്യാം അല്ലെ. എത്ര കാർബൺ എടുക്കാം? ഈ 14 കാർബണും ഇതടക്കം 15. അപ്പൊ C50. ഇനി ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ 14 × 2 28 പ്ലസ് 3 31. ദെൻ ലാസ്റ്റ് COOH. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന പരീക്ഷ ഗിവൻ എക്സാമ്പിൾ ഫോർ ഫാറ്റി ആസിഡ്. അവിടെ മനസ്സിൽ ഓടി വരും പാൽമിറ്റിക് ആസിഡ്. ഇനി മോളിക്കുലർ ഫോർമുല വരണം. നമ്മൾ അതിൽ നിന്നും ആരെ സെലക്ട് ചെയ്യണം? പാൽമിറ്റിക് ആസിഡ്. C15 H31 COH. അവിടെ CH2 വരുമ്പോൾ നേരെ COH അറ്റാച്ച് ചെയ്യുന്നത്. ഈ CH2 ഈ കാർബണ് 3 വാലൻസിയിൽ 2 വാലൻസി ഹൈഡ്രജൻ വെച്ച് ഫില്ലായിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു വാലൻസിക്ക് പകരം നമ്മൾ വീണ്ടും ഒരു കാർബണെ കണക്ട് ചെയ്യും. അതിന്റെ 3 വാലൻസിയാണ് CH3. അപ്പൊ CH3 CH2 14 COH. ഇനി എടുത്തു പറയാൻ മറ്റൊരു പ്രത്യേകതയാണ് പാൽമിറ്റിക് ആസിഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇറ്റ് ഈസ് എ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which contain only single bond. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ 16 ആണ്.
ഈ എല്ലാ കാർബണിലും 16ാമത്തെ കാർബൺ വരെയും എല്ലാ കാർബണിലും ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഓൺലി സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ് വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഇവിടുത്തെ പാൽമിറ്റിക് ആസിഡ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ബോണ്ട്. നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഫാറ്റി ആസിഡ് നമുക്ക് NCERT 2 എക്സാമ്പിൾ പഠിക്കാനുണ്ട്. വിശദമായിട്ട് പഠിക്കാനുള്ള എക്സാമ്പിൾ ആണ് പാൽമിറ്റിക് ആസിഡ്. അത് പഠിച്ചു കഴിഞ്ഞു. അടുത്ത എക്സാമ്പിൾ ആണ് അരാക്കിഡോണിക് ആസിഡ്. ഇതിന്റെ പ്രത്യേകത വിച്ച് കണ്ടെയ്ൻ 20 കാർബൺ. വിച്ച് കണ്ടെയ്ൻ 20 കാർബൺ. 20 കാർബൺ മാത്രമല്ല ഇൻക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ. ഈ കാർബോക്സിൽ കാർബൺ അടക്കം 20 കാർബൺ ഉള്ളൂ. അപ്പൊ അതിന്റെയും ആർ ഗ്രൂപ്പ് എന്തായിരിക്കും? CH2 ആയിരിക്കും. ഏതായിരിക്കും? CH2. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരാക്കിഡോണിക് ആസിഡ് ഈസ് എ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. എന്താണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്? which contain one or more double bond. One or more double bond. Double bond ഉണ്ടായിരിക്കും. One or more double bonds. Clear? ഇവിടെ അരാക്കിഡോണിക് ആസിഡിൽ 4 ഡബിൾ ബോണ്ട് ഉണ്ട്. 4 ഡബിൾ ബോണ്ട്. 4 ഡബിൾ ബോണ്ട്. 4 ഡബിൾ ബോണ്ട്. അപ്പൊ അരാക്കിഡോണിക് ആസിഡ് ഈസ് എ എക്സാമ്പിൾ ഫോർ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അപ്പൊ നമുക്ക് പാൽമിറ്റിക് ആസിഡ് വരച്ച പോലെ ഇത് വരയ്ക്കാൻ പറ്റില്ല. ബിക്കോസ് ഇതിന് CH2ന്റെ ഇടയിൽ ആര് കയറി വരും? ഡബിൾ ബോണ്ട് കയറി വരും. നമുക്ക് ആ സ്ട്രക്ചർ പഠിക്കാനില്ല. ഓക്കെ. അപ്പൊ അരാക്കിഡോണിക് ആസിഡ് സെക്കൻഡ് എക്സാമ്പിൾ ഫോർ ഫാറ്റി ആസിഡ് ആണ്. ഇതൊരു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. അതിന്റെ അർത്ഥം 1 or 2 ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ഈ അരാക്കിഡോണിക് ആസിഡിൽ 4 ഡബിൾ ബോണ്ട് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ 20 ആണ്. അപ്പൊ അതിന്റെ ആർ ഗ്രൂപ്പ് CH2 ആയിരിക്കും. ഓക്കെ, താങ്ക് യു.